സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, മാതൃകാ ഹിന്ദു ഗ്രാമത്തിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ സനാതനധർമ്മം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയുള്ളതുമായ ഒരു പാഠശാലയിലെ 16ാമത്തെ ഭാഗമാണ് ഇന്നിവിടെ മനനം ചെയ്യുന്നത്. ഇതിനു മുമ്പ് 15 ഭാഗങ്ങളിലൂടെ ഒരു വ്യക്തി രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. പലരും ഈ ഭാഗങ്ങൾ കേട്ട് കാണില്ല. രാവിലെ ഉണർന്നിട്ട് കിടക്കുന്നത് വരെയുള്ള നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെക്കുറിച്ചും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ ഒരു പ്രഭാഷണത്തിലൂടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇനി വേണമെന്ന ആഗ്രഹം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എനിക്കത് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ഹിന്ദു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവ് നമുക്ക് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് തൊട്ട് കൊടുക്കുകയും വേണ്ട, വേറൊന്നും വേണ്ട. അത് തൊടുന്ന അവസരത്തിൽ അവിടെ ഒരു മണിയുടെ ചിത്രം ഉണ്ടാവും, അതും കൂടി നിങ്ങൾ തൊട്ട് കൊടുക്കുക, തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ വീഡിയോയുടെ ഒരു എംബ്ലം ഉണ്ടല്ലോ, ഒരു ഓംകാരവും ഒരു കതിരൊക്കെയുള്ള ഒരു നിലവിളക്കുള്ള ആ എംബ്ലത്തിലേക്ക് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ മുഴുവൻ വരും. അതിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ, പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ലിസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ 16 ഭാഗം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും, നിങ്ങൾക്കത് ഉപയോഗിക്കാം. മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഭാഗം ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, ഇതാ ഇന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങളത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ സൗകര്യം അനുസരിച്ച് കേൾക്കുകയും ചെയ്യാം. ഏതായാലും 16ാമത്തെ ഭാഗമാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏതൊരു വ്യക്തിയും ജനിച്ചു വീഴുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ജനനം കുറിക്കുന്നത്, നമ്മളൊക്കെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൽ നിന്നും വെളിയിലേക്ക് വരുമ്പോഴാണ് ഒരാൾ ജനിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ആ അച്ഛൻ്റെ ബീജം അമ്മയ്ക്ക് പകർന്നു കൊടുക്കുന്ന, അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന ആ സമയം മുതൽ നമ്മൾ ജന്മം കൊണ്ടു. അപ്പോൾ ആ സമയം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള, എന്ന് വെച്ചാൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാലഘട്ടം എത്രയോ വർഷമാവട്ടെ, 60 വർഷമാവട്ടെ, 70 ആവട്ടെ, 100 ആവട്ടെ, 40 ആവട്ടെ, എന്തോ ആവട്ടെ, ഈ വർഷത്തിനിടയിൽ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൂടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗർഭാധാനത്തിലൂടെ ഒരു അമ്മയുടെ വയറ്റിലേക്ക് ഒരു ജീവൻ്റെ ഒരു അംശം ഒരു പുരുഷൻ നൽകുകയാണ്. ആ ജീവൻ്റെ അംശം ആ ഗർഭപാത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി ജന്മമെടുക്കുന്നു. ആ ജന്മമെടുത്തതിന് ശേഷമുള്ള ആ കുട്ടിയുടെ ഓരോ കാലഘട്ടത്തിലെയും കർമ്മങ്ങൾ എന്തായിരിക്കണം, എത്രാം വയസ്സിലാണ് മുടി മുറിക്കേണ്ടത്, എത്രാം വയസ്സിലാണ് അല്ലെങ്കിൽ എത്രാം മാസത്തിലാണ് പേരുവിളി നടത്തേണ്ടത്, എത്രാമത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ അന്നപ്രാശനത്തിൽ അന്നം കൊടുക്കേണ്ടത്, ചോറൂണ് നടത്തേണ്ടത് എങ്ങനെയാണ്, വിവാഹം നടത്തേണ്ടത് എങ്ങനെയാണ്, വിദ്യാരംഭം കുറിക്കേണ്ടത് എത്രാമത്തെ വയസ്സിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ചടങ്ങുകൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും, ഒരു വ്യക്തിക്ക് ഉന്നത തലത്തിലേക്ക് എത്താനുള്ള ഓരോ കാര്യങ്ങളും എത്രാം വയസ്സിൽ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെ പ്രതിപാദിക്കുകയാണ് തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആചാര്യന്മാർ നമ്മൾക്ക് കാലാകാലങ്ങളായി പകർന്നു തന്നിട്ടുണ്ട്. നമ്മളൊരൊറ്റ ഉദാഹരണം നോക്കിയാൽ മതി. ഇന്നത്തെ കാലഘട്ടം നമ്മൾ നോക്കൂ. സ്വന്തം അച്ഛനെയും അമ്മയെയും നിഷ്കരുണം തള്ളിപ്പറയുന്ന മക്കൾ, ഒരു പ്രേമത്തിൻ്റെ പേരിൽ, ഒരു സ്നേഹത്തിൻ്റെ പേരിൽ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ കേൾക്കാതെ, കാരണം എന്തെന്ന് ആലോചിച്ച് നോക്കണം. കാരണം 20ഉം 22ഉം വർഷം ആ പെൺകുട്ടിയെ താലോലിച്ച് ലാളിച്ച് അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച അച്ഛനെയും അമ്മയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് കേവലം 2 മാസം മാത്രം പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നു. ആ അവസരത്തിൽ ഈ അച്ഛനും അമ്മയും ആ മകളുടെ അരികിലെത്തിയിട്ട് നീ തിരിച്ചു വരും, നിനക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്ന അവസരത്തിലും ആ പെൺകുട്ടി പറയുന്നത്, നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല, എനിക്ക്
എൻ്റെ ഈ ചേട്ടനെയാണ് വിശ്വാസമെന്ന് ആ പെൺകുട്ടി പറയുന്നത്. കേവലം 2 മാസം മാത്രം പരിചയമുള്ള, 20 കൊല്ലത്തെ പരിചയമുള്ള അവരെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് 2 മാസം മാത്രം പരിചയമുള്ള ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനോടൊപ്പം പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാവി അവിടെ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടി വലിയൊരു കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള സവിശേഷതകൾ നമ്മൾ കാണുന്നത്. പണ്ട് കാലങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല. എന്താണ് അതിന് കാരണം? അതുപോലെ തന്നെ സ്വന്തം അച്ഛനെയും അമ്മയെയും നിഷ്കരണം കൊല്ലുന്ന മക്കള്, അവരെയൊക്കെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ മർദ്ദിക്കുന്ന മക്കൾ. നമുക്കറിയാം, മദ്യപിച്ചിട്ട് വന്നിട്ട് അച്ഛനെയും അമ്മയും മർദ്ദിക്കുന്നു. ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയും കൊല്ലുന്നു. സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടപ്പിറപ്പിനെ കൊല്ലുന്നു. പണ്ട് കാലങ്ങളിൽ നമുക്കത് കാണാൻ കഴിയില്ല. പണ്ട് കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 10-70 വർഷങ്ങൾക്ക് മുമ്പൊന്നും അങ്ങനെ ഒരു സമ്പ്രദായം പോലും നമുക്ക് കാണാൻ കഴിയില്ല. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ ആലോചിച്ച് നോക്കൂ. സമ്പത്ത് തട്ടിയെടുക്കുന്ന എന്ത് ഹീനകൃത്യവും ചെയ്യും. സ്വന്തം സുഹൃത്തിനെ, ഒരു കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന സുഹൃത്തിനെ വഞ്ചിക്കാൻ യാതൊരു മടിയും കാണുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അച്ഛനോടും അമ്മയെക്കാളും സ്നേഹം മറ്റു പലതിനോടും സ്നേഹം തോന്നുന്നത് എന്താണ്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ കുടുംബം ഒരിക്കലും തകരില്ല. പക്ഷേ പൾസ് അറിഞ്ഞിട്ട് നമ്മൾ ചികിത്സിക്കണം. നമ്മൾക്കറിയാം, നമ്മളൊരു അസുഖം വന്നിരിക്കട്ടെ, ഒരു മാരകമായ ഒരു അസുഖം വന്നു നമുക്കിപ്പോൾ, അല്ലെങ്കിൽ നല്ലപോലെ ഒരു പനി വരുന്നു. ഈ പനി വന്നിട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പനിയുടെ മരുന്ന് തന്നു. ആ മരുന്ന് കഴിച്ചു. തൽക്കാലം അസുഖമൊക്കെ മാറി. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പനി വരുന്നു. വീണ്ടും മരുന്ന് കഴിച്ചു. വീണ്ടും മാറുന്നു. വീണ്ടും പനി വരുന്നു. ഓരോ ആഴ്ച ഇടവിട്ട് മരുന്ന് കഴിക്കുമ്പോൾ മാത്രം അസുഖം പോകുന്നു. പിന്നെ വീണ്ടും വരുന്നു. അപ്പോൾ നമ്മൾ പനിയുടെ ചികിത്സയാണ് നടത്തിയിട്ടത്. യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ പനി വന്നിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറി വീണ്ടും അതുപോലെ പനി വരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ നമ്മൾ നടത്തണം. രക്തം പരിശോധിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വിദഗ്ധരായ ഡോക്ടർമാരെ കാണിക്കണം. എന്നിട്ടോ എന്ത് അസുഖം കൊണ്ടാണ് പനി വരുന്നതെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അവർക്ക് മഞ്ഞപ്പിത്തമായിരിക്കാം, അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹൃദയത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവാം, അല്ലെങ്കിൽ മാരകമായി വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടാണോ? അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വെറുതെ പനിക്ക് വേണ്ടി ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭൗതികമായ ലോകത്ത് നമ്മുടെ മക്കളെ വലിയ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി നല്ലൊരു ലെവലിലെത്തിക്കണം, അവർ അറിയപ്പെടുന്നവരാവണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. അവർ കുടുംബസ്നേഹമുള്ളവരാവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും? എൻ്റെ മക്കൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിനോട് സ്നേഹമുള്ളവരായിരിക്കണം, സമൂഹത്തിനോട് സ്നേഹമുള്ളവരായിരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടോ? അവനെ വലിയൊരു ഡോക്ടറാക്കി അവന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഒരാളാക്കി മാറ്റണം. ഒരു എഞ്ചിനീയർ ആക്കണം, പരമാവധി പൈസ ഉണ്ടാക്കുന്ന ആളാക്കി മാറ്റണം. അല്ലെങ്കിൽ അവൾ വലിയൊരു ജോലിക്കാരിയാവണം സമൂഹത്തിൽ, അവൾ ആ ജോലിയെ ബഹുമാനിക്കണം. പക്ഷെ അവളെ സ്വഭാവ മഹിമയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എൻ്റെ മകൾ കയറി ചെല്ലുന്നിടം സ്വർഗമാക്കി തീർക്കണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മകൾ വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് പോകും, അവിടെ സ്വർഗമാകണം എൻ്റെ മകൾ കാരണം നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മകളെ എല്ലാവരും ഇഷ്ടപ്പെടണം, അതുപോലെ തന്നെ എൻ്റെ മകൾക്കും എല്ലാവരെയും ഇഷ്ടപ്പെടണം. എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെടലല്ല, മറിച്ച് അവരെല്ലാവരും എൻ്റെ മകളെ ഇഷ്ടപ്പെടണം എന്നെന്ത് വേണം? എൻ്റെ മകളുടെ സ്വഭാവം ഗുണമുള്ളതായിരിക്കണം. എൻ്റെ മകനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. ഒരു ഓഫീസറാണെന്നിരിക്കട്ടെ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഓഫീസറായി തീരണം, പ്രിയപ്പെട്ട ഒരു അധ്യാപകനായി തീരണം, പ്രിയപ്പെട്ടൊരു പോലീസ് ഓഫീസറായി തീരണം. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി തീരാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതെപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഭൗതികമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വലിയ പണക്കാരനാകണം, സമൂഹത്തിൽ വലിയൊരു ജോലി വേണം, ഇതല്ലാതെ അവർ മറ്റെന്തെങ്കിലും നല്ലൊരു ശ്രേഷ്ഠതയിലേക്ക് എത്തണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? അവസാനം നമ്മുടെ മക്കൾ നമ്മൾക്ക് തന്നെ ദ്രോഹം ചെയ്ത തരത്തിലെത്തുമ്പോൾ നമ്മൾ ശപിക്കാൻ തുടങ്ങും. ഇതിന് കാരണം ആരാണ്? നമ്മളാണ്. നമ്മുടെ മക്കൾ ദുഷ്ടതയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അവർ ക്രൂരന്മാരായി പോകുന്നുണ്ടെങ്കിൽ, അവർ താന്തോനികളായി പോകുന്നുണ്ടെങ്കിൽ, മദ്യത്തിന് അടിമപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, മയക്കുമരുന്നിന് അടിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരായി പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം നമ്മളാണ്. ഇതിനൊരു രക്ഷയുള്ളൂ. കഴിഞ്ഞു പോയതിനെക്കുറിച്ചൊന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല, വരാൻ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എന്ന് വെച്ചാൽ വരുന്ന തലമുറയെ നമുക്ക് ഇനിയെങ്കിലും വാർത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി, അവരുടെ മക്കളെ നമുക്ക് നേരായ വഴിക്ക് കൊണ്ടുവരണം. അവർ കാരണം നമുക്ക് പേരും പ്രശസ്തിയും കിട്ടണം. കണ്ട, ആ ഇന്ന ആളുടെ കുട്ടിയുടെ മുത്തശ്ശനാണ്, അവർ വളർത്തിയതിൻ്റെ ഗുണമാണ്, അവൻ്റെ എന്ത് നല്ല സ്വഭാവമാണ് എന്ന് മറ്റുള്ളവർ പറയിക്കണം. അപ്പോൾ സ്വഭാവ ഗുണം
അതൊരിക്കലും പോകില്ല. ആ സ്വഭാവ ഗുണമുള്ള അവർ എവിടെ പോയാലും എല്ലാ കാര്യത്തിലും വിജയിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, പണ്ട് കാലത്ത് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാക്കാൻ വേണ്ടിയിട്ട് 16 സംസ്കാരങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്തുള്ള എല്ലാവരും ഈ 16 കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുടുംബ കലഹം ഉണ്ടാകാറില്ല, കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാറില്ല, പരസ്പരം കൊലപാതകം ഉണ്ടാകാറില്ല, പരസ്പരം കണ്ടുകൂടായ്മ ഉണ്ടാകാറില്ല, പരസ്പരം സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യാറില്ല, പരസ്പരം പാരവെപ്പ് ഉണ്ടായിട്ടില്ല, പരസ്പരം ചതിപ്രയോഗങ്ങൾ നടത്താറില്ല. കാരണം ഈ 16 സംസ്കാരത്തിലൂടെ കൃത്യമായി നമ്മൾ നമ്മുടെ ആൾക്കാരെ വളർത്തിക്കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ അതിലൂടെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോവുകയാണെങ്കിൽ, 16 സംസ്കാരവും കൃത്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല. സന്തോഷഭരിതമായ സ്വർഗതുല്യമായ ജീവിതം നമുക്ക് കിട്ടും. എന്താണ് ഈ 16 സംസ്കാരങ്ങൾ? ഇപ്പോൾ ആ 16 സംസ്കാരം നമ്മൾ കാണും, പക്ഷെ ഒന്നും നമ്മൾ നടപ്പിലാക്കാറില്ല. അപ്പോൾ ഈ 16 സംസ്കാരങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞേ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഗർഭാധാനം. 16 സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടതും ആദ്യത്തതും ഗർഭാധാനത്തിലൂടെയാണല്ലോ ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പോൾ ആ ഗർഭാധാനം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പുംസവനം, ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യേണ്ടതാ. മൂന്നാമത്തെ കാര്യം സീമന്തോനയനം, ഇതും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാ. പിന്നെ കുട്ടി ജനിച്ചതിന് ശേഷം ചെയ്യുന്ന ജാതകർമ്മ സംസ്കാരം, അതിനുശേഷം ചെയ്യുന്ന നാമകരണ സംസ്കാരം, അതിനുശേഷം ചെയ്യുന്ന നിഷ്ക്രമണ സംസ്കാരം, അതിനുശേഷം ചെയ്യുന്ന അന്നപ്രാശം എന്ന് പറയുന്ന സംസ്കാരം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ അതിനുശേഷം ചെയ്യുന്ന 8ാമത്തെ സംസ്കാരമായിട്ടുള്ള ചൂടാകർമ്മം, ഇതെന്താണെന്ന് പലർക്കും അറിയില്ല. പിന്നീടുള്ള 9ാമത്തെ സംസ്കാരമായിട്ടുള്ള ഉപനയനം, വിദ്യാരംഭം, സമാവർത്തനം, 12ാമത്തെ സംസ്കാരമായിട്ടുള്ള വിവാഹം. വെറുതെ വിവാഹം കഴിക്കലല്ല, ഇന്നൊക്കെ ഒളിച്ചോട്ടലാണ്, വിവാഹമില്ല, ഒളിച്ചോടലാണ്. അല്ലെങ്കിൽ സമ്പത്ത് നോക്കിയിട്ട്, കുലമഹിമ നോക്കിയിട്ട്, അല്ലെങ്കിൽ ജോലി നോക്കിയിട്ട്, സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നതാണ്. പല വിവാഹങ്ങളും തകർന്നു പോകാൻ കാരണം എന്താണ്? അതൊക്കെ നമുക്ക് വരും. ഈ പ്രഭാഷണ പരമ്പരയിലൂടെ വരും. എന്തുകൊണ്ട് വിവാഹബന്ധം തകർന്നു പോകുന്നു? എന്തുകൊണ്ടാണ് ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല? നമ്മൾ കേൾക്കേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഈ പ്രഭാഷണത്തിലൂടെ നമ്മളിത് പ്രഭാഷണം കേട്ട് ജീവിതത്തിൽ പകർത്തുകൊണ്ട് ഇല്ലാണ്ടാവും. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ഇത് കേട്ടിട്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. വിവാഹം കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഗൃഹസ്ഥാശ്രമമാണ്. ഈ ഗൃഹസ്ഥാശ്രമ സമയത്താണ് പഞ്ചമഹായജ്ഞങ്ങൾ നടത്തേണ്ടത്, നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അതുപോലെ അതിനുശേഷമുള്ള വാനപ്രസ്ഥം, 15ാമത്തെ സംസ്കാരമായിട്ടുള്ള സന്യാസം, അതിനുശേഷം അന്ത്യേഷ്ടി എന്ന് പറയുന്നു. അന്ത്യേഷ്ടി എന്ന് പറഞ്ഞാൽ മരണം. ഈ മരണാനന്തര കർമ്മം എന്താണ്, മരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മറക്കണം. ഇതൊക്കെ കൃത്യമായി അനുഷ്ഠിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അറിഞ്ഞില്ല ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അറിയണ്ടേ? ഇങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് കാര്യമുണ്ടോ? ഞാനിവിടെ 16 സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, ഗർഭാധാനത്തെക്കുറിച്ചു, പുംസവനം, സീമന്തോനയനം, ജാതകർമ്മത്തെക്കുറിച്ചും അങ്ങനെ ഒരുപടി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത് എന്താണ്, എങ്ങനെയാണ്, ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ, ഇനി വരുന്ന തലമുറയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബം ശിഥിലമാകില്ല, നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഒന്നാമത്തെ സംസ്കാരം പറയുന്നത് ഗർഭാധാനം എന്നുള്ളതാണ്. ഈ ഗർഭാധാന സംസ്കാരം വളരെയേറെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. വിവാഹം നടന്നവരിലാണ് ഈ ഗർഭാധാനം നടക്കുക. വിവാഹം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും 12ാമത്തെ ഒരു സംസ്കാരം വരുന്നതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. എന്നാൽ ഗർഭാധാനത്തെക്കുറിച്ച് നമുക്കിവിടെ പഠിക്കാം. ആ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കാം. അല്ലെങ്കിൽ വീഡിയോ വലിയ ലെങ്ത് ഉള്ളതായി മാറും. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പുംസവനവും സീമന്തോനയനവും ജാതകർമ്മവും അതുപോലെ തന്നെ ചൂടാകർമ്മവും ഒക്കെ തന്നെ നമുക്ക് കൊണ്ടുവരാം. ഏതായാലും ഗർഭാധാനം എന്താണ് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി എങ്ങനെയാണ് ഗർഭം ധരിക്കുന്നതെന്നും അതിലേക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവ് കടന്നു വരുന്നതെന്നും വളരെ കൃത്യമായിട്ട് രാമായണത്തിൽ സമ്പാദ്യവാക്യത്തിൽ പറയുന്നു.
രാമായണത്തിൽ പറയുന്ന ചില ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. രാമായണം എന്ന് പറയാൻ നമുക്കിത് ജനകീയമായ ഗ്രന്ഥമാണ്. രാമായണം വായിക്കാത്ത ആൾക്കാർ ആരുമില്ല. അതുകൊണ്ടാണ് രാമായണത്തിൽ പറയുന്നു, സമ്പാദ്യവാക്യത്തിൽ പറയുന്നു എന്ന് പറയാൻ കാരണം. അത് രണ്ട് കൃത്യമായിട്ട് നിശാകരമുനിയോട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട് സമ്പാദ്യമായിട്ടില്ലേ, സമ്പാദ്യവാക്യം. അപ്പോൾ ഈ ഗർഭാധാനം നടക്കുന്ന സമയത്ത് പുരുഷൻ്റെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഈ ബീജമുണ്ടാകുന്നത്. ഏതൊരാളും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് അവർക്കുള്ള എനർജിയും രക്തവും മജ്ജയും മാംസവും എല്ലാം മലവും മൂത്രവും എല്ലാം വരുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ ശുക്ലം ഉണ്ടാകുന്നതും അതിൽ ബീജമുണ്ടാകുന്നതും ഒക്കെ തന്നെ അവനവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ വിറ്റാമിൻ എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഗുണങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ശുക്ലം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നല്ല നല്ല ഇതുണ്ടാവട്ടെ, അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ഗർഭാധാനം നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രഥമമായ കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വീട് വെക്കുകയാണെന്നിരിക്കട്ടെ. വീട് വെക്കുന്നുണ്ടെങ്കിൽ അതിന് കുറ്റിയടി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനൊരു മുഹൂർത്തം നോക്കുന്നുണ്ട്. അതുപോലെ അതിന് കട്ടിള വെക്കുന്നുണ്ടെങ്കിൽ ഒരു മുഹൂർത്തം നോക്കും. അതിൻ്റെ മേൽക്കുര ചെയ്യുന്നുണ്ടെങ്കിൽ മുഹൂർത്തം നോക്കുന്ന ആൾക്കാരുണ്ട്. ആ ഗൃഹത്തിലേക്ക് പ്രവേശനം നടത്തുന്നതിന് മുഹൂർത്തം നോക്കാറുണ്ട്. ഒരു വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ മുഹൂർത്തം നോക്കാറുണ്ട്. ഇനി വീട്ടിലൊരു പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും മുഹൂർത്തം നോക്കുന്നു. ഏത് സത്കർമ്മത്തിനും മുഹൂർത്തം നോക്കുന്നുണ്ട്. മുഹൂർത്തം നോക്കാതെ നമ്മൾ ഒന്നും ചെയ്യാറില്ല. കാരണം ശ്രേഷ്ഠമായ മുഹൂർത്തത്തിൽ നമ്മൾ ചെയ്താൽ ശ്രേഷ്ഠമായ തലത്തിലേക്ക് അത് ആയിത്തീരും എന്നൊരു വിശ്വാസം. അപ്പോൾ നമ്മൾക്കറിയാം ആ മുഹൂർത്തം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ വിവാഹത്തിന് മുഹൂർത്തം കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ടല്ലോ. വിവാഹത്തിന് മുഹൂർത്തം കാണാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ അവർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് ജ്യോത്സ്യർ. ഒന്ന്, ഈ വിവാഹ മുഹൂർത്തത്തിൻ്റെ സമയത്ത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറുന്ന സമയം എഴുതി കൊടുക്കാറുണ്ട്. ഇത്ര മണിക്ക് വധുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇത്ര മണിക്ക് മുമ്പായിട്ട് വരൻ്റെ വീട്ടിലേക്ക് കയറണം, എഴുതി കൊടുക്കാറില്ലേ? എന്തിനേറെ വിവാഹത്തിൻ്റെ താലി വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് മുഹൂർത്തം എഴുതി കൊടുക്കാറുണ്ട്. സ്വർണ്ണമെടുക്കാൻ മുഹൂർത്തം, വസ്ത്രമെടുക്കാൻ മുഹൂർത്തം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ശ്രേഷ്ഠമായ ഒരു പരമ്പരയെ നമ്മൾ കണ്ടെത്തുന്നു. നമുക്കൊരു കുട്ടി ജനിക്കണം. ഈ കുട്ടിയാണ് നമുക്ക് നാളെ താങ്ങായും തണലായും നിൽക്കേണ്ടത്. അവനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി തീരണം. അവനെ എല്ലാവരും സ്നേഹിക്കണം. അവന് നല്ലൊരു സ്വഭാവം ഉണ്ടാവണം. അവൻ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലായിരിക്കണം. അവനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി തീരണമെങ്കിൽ അവൻ്റെ സ്വഭാവ മഹിമ മനോഹരമായിരിക്കണം. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾക്കൊരു കുട്ടി ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അച്ഛനും അമ്മയും കുട്ടിയുണ്ടാകാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് ഉരുളി കമത്തുന്നു, തുലാഭാരം നടത്തുന്നു. ചെയ്യാത്ത നേർച്ചകളില്ല. ഇതൊക്കെ ചെയ്തിട്ടൊരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ക്രൂരനും അതുപോലെ തന്നെ വളരെ വൃത്തികെട്ടവനുമായി തീർന്നാലുള്ള അവസ്ഥ എന്താ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ബാക്കി എല്ലാ കാര്യത്തിലും മുഹൂർത്തം നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് നമ്മൾ എന്തുകൊണ്ട് മുഹൂർത്തം നോക്കുന്നില്ല? ഈ ഒരു കാര്യത്തിൽ മുഹൂർത്തം നോക്കണ്ടേ? നമ്മുടെ ജീവിതം, നമ്മുടെ ആജീവാനന്ദ കാലം വരെ നമ്മുടെ ഒന്നിച്ചെന്നിട്ട് നമ്മളെ സഹായിക്കും, നമുക്ക് തുണയാകുമെന്ന് വിശ്വസിക്കുന്ന നമുക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ മുഹൂർത്തം നോക്കിയിട്ടില്ല. എന്നാൽ പലർക്കിടയിലും ഈ മുഹൂർത്തം നോക്കുന്ന സമ്പ്രദായമുണ്ട്. അങ്ങനെ മുഹൂർത്തം നോക്കിയിട്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ഗർഭധാനം നൽകുന്ന ആ മുഹൂർത്തത്തിനെയാണ് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ കുട്ടികൾ ഒരിക്കലും വൃത്തികെട്ടവന്മാരാകാറില്ല. അവർ ശ്രേഷ്ഠന്മാരായിത്തീരുക. അപ്പോൾ ഈ ശാന്തി മുഹൂർത്തം ഈ വിവാഹം കഴിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വിവാഹത്തിന് മുഹൂർത്തം നോക്കുമ്പോൾ തന്നെ ചില ജ്യോത്സ്യന്മാർ എഴുതി കൊടുക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാലാണ് എഴുതി കൊടുക്കുക. ഇന്ന് പണ്ട് അങ്ങനെയല്ല, അവർ എഴുതി കൊടുക്കും. എന്ന് വെച്ചാൽ സ്വർണ്ണമെടുക്കാൻ വിവാഹത്തിന് മുമ്പായിട്ടുള്ളതല്ല. അപ്പോൾ സ്വർണ്ണമെടുക്കാൻ ഇന്ന ദിവസം, വസ്ത്രമെടുക്കാൻ ഇന്ന മുഹൂർത്തം, താലി ചാർത്താൻ ഇന്ന മുഹൂർത്തം, അതുപോലെ ശാന്തി മുഹൂർത്തത്തിന് ഇന്ന സമയം എന്ന് എഴുതി കൊടുക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും സംഗമിക്കുന്ന ആ സമയം ശ്രേഷ്ഠമായൊരു സമയമായിരിക്കണം. ആ സമയത്താണ് ഈ കുട്ടി ജനിക്കുന്നത്. ഈ അച്ഛൻ ബീജം ഈ സ്ത്രീക്ക് നൽകുന്ന സമയത്ത് കുട്ടി അവിടെ ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ പെൺകുട്ടിയുടെ ശരീരം അതിന് തക്ക രീതിയിലാക്കണം. ഔഷധങ്ങൾ സേവിച്ചുകൊണ്ട് തയ്യാറെടുക്കണം. ഗർഭധാനത്തിന് മുമ്പ്, വിവാഹത്തിന് മുമ്പ് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം, അതിനനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കണം വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ. അങ്ങനെ ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഗർഭിണിയാകുന്ന അവസരത്തിൽ അവർക്ക് ആ ഗർഭപാത്രത്തിന് ശക്തി പകരുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണം മാതാപിതാക്കൾ.
അങ്ങനെ ഗർഭിണിയാകുന്ന ആ കുട്ടിയുടെ ആ മുഹൂർത്തം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഔഷധങ്ങളൊക്കെ സേവിച്ച് തയ്യാറായി ഈ മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് വളരെയേറെ ശ്രദ്ധയോടുകൂടി പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? അവർ ഈ മുഹൂർത്തം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ കുലദേവതയെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഗ്രാമക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, ദേശക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, അവിടെ വഴിപാടുകൾ നടത്താറുണ്ട്. അപ്പോൾ ഈ ഗർഭാധാനത്തിന് മുമ്പായിട്ട് ശ്രേഷ്ഠമായ ഏറ്റവും വലിയൊരു യജ്ഞമാണ്, ഒരു യാഗമാണ് ഈ ഗർഭാധാനം എന്ന് പറയുന്നത്. കാരണം അതിലൂടെ പുതിയൊരു തലമുറയ്ക്ക് ജന്മം നൽകുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം എന്ന വിധത്തിൽ ആ ഒരു യജ്ഞം, ഒരു യാഗം ചെയ്യുന്ന അവസരത്തിൽ അവരുടെ കുലദേവതയെ പ്രീതിപ്പെടുത്തണം. അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്ഷേത്രങ്ങളിൽ പോയിട്ട്, എന്ന് വെച്ചാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അവിടുത്തെ വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത്, അവർക്ക് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്ത്, ആ ദേവന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തണം. കാരണം അങ്ങയുടെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ശ്രേഷ്ഠമായ ഒരു തലമുറയെ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ചിന്തയോടെ. അതിനുശേഷം ഗ്രാമക്ഷേത്രത്തിലേക്ക് പോകണം, അതിനുശേഷം ദേശക്ഷേത്രത്തിലേക്ക് പോകണം. ഇവിടെയൊക്കെ പോയി അവരുടെ അനുഗ്രഹം നമ്മൾ വാങ്ങിക്കുക. ആദ്യത്തെ ചടങ്ങ് മുഹൂർത്തം നമുക്കറിയാം, ഇന്ന സമയത്ത് ഇന്ന യാമത്തിലാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ അവിടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചതിന് ശേഷം, ഔഷധ സേവയൊക്കെ നടത്തിയതിന് ശേഷം, സ്ത്രീ ആ അവസരത്തിൽ യാതൊരു വിധത്തിൽ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത അവസ്ഥയായിരിക്കണം, സന്തോഷപരിധിയായിരിക്കണം അവൾ. ഇതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വേദവ്യാസൻ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിതുരരുടെയും അച്ഛനാണ് വേദവ്യാസൻ. ഈ വേദവ്യാസൻ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഒരു മുഹൂർത്തം കണക്കാക്കി, ശാന്തി മുഹൂർത്തം കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ അവിടത്തേക്ക് കടന്നു ചെല്ലുന്ന അവസരത്തിൽ ആദ്യം കടന്നു ചെല്ലുന്നത് ഗാന്ധാരിയുടെ അരികിലായിരുന്നു. ഗാന്ധാരിയുടെ അരികിലല്ല, തെറ്റിപ്പോയി. വേദവ്യാസൻ കടന്നു പോകുന്നത് അംബാലികയുടെ അരികിലേക്ക് പോയി, പിന്നീട് അംബികയുടെ അരികിലേക്ക് പോയി. ഇവരുടെ അടുത്ത് പോകുമ്പോഴെന്തായിരുന്നു അവസ്ഥ? ഒരാൾ ഈ വേദവ്യാസനെ കാണാൻ പറ്റാത്ത അവജ്ഞയോടുകൂടി കണ്ണുകൾ ഇങ്ങനെ ഇറക്കിപ്പൂട്ടി എന്നാണ് പറഞ്ഞത്. അവജ്ഞയോടുകൂടി ആ അവസരത്തിൽ അവർക്കുണ്ടായ കുട്ടി കണ്ണുപൊട്ടനായി തീർന്നു. മറ്റൊരാൾ ഈ വേദവ്യാസൻ കടന്നു വരുന്ന അവസരത്തിൽ അവരെ ശരീരം തൊടാൻ പറ്റാത്തത്, അവജ്ഞയോടുകൂടി ശരീരം ഇങ്ങനെ പൊത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞത്, അവരടുപ്പിക്കാൻ പറ്റാത്തൊരു വിധത്തിൽ മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. എനിക്കിതിനോട് താല്പര്യമില്ലാത്ത വിധത്തിൽ, സമ്മർദ്ദം കൊണ്ട് ചെയ്യുന്നതാണ്, എനിക്കൊരു താല്പര്യവുമില്ല എന്ന വിധത്തിൽ. അപ്പോൾ അവർക്കുണ്ടായതാണ് ശരീരം മുഴുവൻ പാണ്ടുള്ള ഒരു കുട്ടി. എന്നാൽ ഈ അവസരത്തിൽ ഈ അംബികയുടെയും അംബാലികയുടെയും നിർദ്ദേശപ്രകാരം നിന്നിട്ടുള്ള തോഴി സന്തോഷപൂർവം ഒരു ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്നത് പോലെ വേദവ്യാസനെ സ്വീകരിച്ചതുകൊണ്ട് അവരിലുണ്ടായ കുട്ടിയാണ് വിതുരർ. പണ്ഡിതനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു, നന്മയുടെ പ്രതീകമായിരുന്നു അദ്ദേഹം. ഇവിടെ ഈ സംഗമവേളയിൽ ശാന്തി മുഹൂർത്തത്തിന് തയ്യാറെടുക്കുന്ന പെൺകുട്ടികൾ സന്തോഷഭരിതരായിരിക്കണം. ആത്മീയ ചിന്തയുണ്ടാവണം അവർക്ക്. ഈശ്വരീയ ചിന്തയോടുകൂടി ഏറ്റവും പുണ്യമായ ഒരു കർമ്മം ഞാൻ ചെയ്യുകയാണ്, എനിക്ക് ശ്രേഷ്ഠമായ ഒരു ഉണ്ണിയെ തരണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന ആ കുട്ടിക്കുണ്ടാവണം. ആ പെൺകുട്ടി സന്തോഷഭരിതയായിരിക്കണം, എപ്പോഴും ആനന്ദമുണ്ടാകണം അവൾക്ക്. മനസ്സിൽ ഒരു തരത്തിലുള്ള ദേഷ്യമോ കുശുമ്പോ അസൂയയോ അഹങ്കാരമോ ഡംബോ മോഹമോ കാമമോ ഒന്നുമല്ല വേണ്ടത് അവിടെ. അങ്ങനെ എന്ത് ചിന്തയാണോ നമുക്കുള്ളത് ആ ചിന്തക്കനുസരിച്ചുള്ള ഒരു കുട്ടിയായിരിക്കും നമുക്കുണ്ടാവുക. കാമത്തോടു കൂടി നമ്മൾ അടുക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന കുട്ടി ഒരു കാമഭ്രാന്തനോ കാമഭ്രാന്തിത്തെയോ ആകും. ആർത്തിയോടുകൂടിയാണ് പോകുന്നുണ്ടെങ്കിൽ ആർത്തി പണ്ടാരങ്ങളായിത്തീരും. അപ്പോൾ നമ്മൾ വേണ്ടുന്ന സ്നേഹവും ബഹുമാനവും ആദരവും ഈശ്വരവിശ്വാസവും നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ആനന്ദത്തോടുകൂടി വേണം ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ. ഇത് യജ്ഞമാണ്. ആ യജ്ഞത്തിൽ നിന്നാണ് യജ്ഞകർമ്മമായിട്ട് നമുക്കറിയാം. പുത്രകാമേഷ്ടി കർമ്മം ഒരു യാഗമായിരുന്നു. യാഗത്തിന് ശേഷം അതിൽ നിന്നും പൊങ്ങി വന്നു ഒരു ശ്രേഷ്ഠമായിട്ടുള്ള പായസം എന്ന് പറയുന്നു. അതുപോലെ ഇതൊരു യാഗമാണ്. ഈ യാഗത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് ശ്രേഷ്ഠമായൊരു ഉണ്ണിയായിരിക്കണം എന്ന ചിന്തയോടുകൂടി നമ്മൾ ഈ യജ്ഞത്തിനെ കാണണം.
ആ ചിന്തയോടുകൂടി രണ്ടുപേർക്കും സന്തോഷഭരിതരായിരിക്കണം. പുരുഷനും സന്തോഷം വേണം, സ്ത്രീക്കും സന്തോഷം വേണം. രണ്ടുപേർക്കും ഭയഭക്തി വേണം. ഞങ്ങൾ ചെയ്യുന്നത് ഒരു ശ്രേഷ്ഠമായ കർമ്മമാണ്. ഭഗവാനെ, ഇതിലുണ്ടാകുന്ന ഉണ്ണി ലോക പ്രശസ്തമാകണം, എല്ലാവർക്കും പ്രിയപ്പെട്ടവരാകണം, എല്ലാവരെയും സ്നേഹിക്കുന്നവനാവണം, ഇവന് യാതൊരു വിധത്തിലുള്ള കുറവുകളും ഉണ്ടാവരുത്, ഇവൻ ലോകത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി എല്ലാവരുടെ പേരിൽ അറിയപ്പെടുന്നവനായിട്ട് ശ്രേഷ്ഠനായി തീരണമെന്ന്, അല്ലെങ്കിൽ ശ്രേഷ്ഠയായി തീരണമെന്നുള്ള ചിന്തയോടുകൂടി വേണം സംഗമിക്കാൻ. ആ സംഗമിക്കുന്ന സമയം വളരെ കൃത്യമായി പറഞ്ഞു. ഈ മുഹൂർത്തം നമ്മൾ കുറിക്കുന്ന ശാന്തി മുഹൂർത്തം കുറിക്കുന്നുണ്ടല്ലോ, ഈ ശാന്തി മുഹൂർത്തം കുറിക്കുന്ന അവസരത്തിൽ ആ ജ്യോത്സ്യരായ ആൾക്കാർ, ഇന്നത്തെ ജ്യോത്സ്യന്മാർ എത്ര കണ്ട് പ്രാവീണ്യമുള്ളവരാണെന്ന് അറിയില്ല, എന്നാൽ യഥാർത്ഥത്തിൽ പ്രാവീണ്യമുള്ളവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ ഈ 4 ദിവസം, ഋതുവായതിന് ശേഷമുള്ള 4 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെ സംഗമിക്കാൻ പാടുള്ളൂ. അതിനുശേഷമുള്ള മുഹൂർത്തമാണ് എടുക്കേണ്ടത്, ഋതുവായതിന് ശേഷം. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ന് നമ്മൾ വിവാഹം നടക്കുന്ന സമയത്ത് പെൺകുട്ടി ഋതുവാണോ ഒന്നും നോക്കാറില്ല, ഋതു ആയിട്ടുണ്ടോ ഒന്നും നോക്കാറില്ല. ചിലപ്പം ഋതുമതി ആയിരിക്കുന്ന സമയമായിരിക്കും ഇവർ ആ വിവാഹം പോലും നടക്കുക. ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് അതൊന്നും അവർ ചിന്തിക്കില്ല. ഫസ്റ്റ് ഇത് കല്യാണം കഴിഞ്ഞ് ആ ദിവസം തന്നെ അവർ ശാരീരികമായി ബന്ധപ്പെടുന്നു. അതിനുള്ള ഭവിഷ്യത്ത് എന്താണെന്നറിയോ? ഋതുമതി ആയിരിക്കുന്ന സമയത്ത് ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് വൈകല്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. അവർ മന്ദബുദ്ധിയാകാം, ക്രൂരന്മാരാകാം, വൈകല്യമുള്ളവരായിത്തീരാം, പലതരത്തിലും ന്യൂനതകൾ അവർക്കുണ്ടാകും. കാരണം ആ രക്തമംഗലമായിരിക്കുന്ന അവസരത്തിലാണ് അവർ ബന്ധപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യത്തെ 4 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ആർത്തവ രക്തം വരുന്നത് നിന്നതിന് ശേഷം വേണം ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ. അങ്ങനെ ആ ശുദ്ധമായ മനസ്സും ശുദ്ധമായ ശരീരവുമുള്ള സമയത്ത് ശാരീരികമായി അവർ ആ യജ്ഞത്തിന് തുടക്കം കുറിക്കുന്നു. അങ്ങനെ തുടക്കം കുറിച്ചാലാണ് ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായിട്ടൊരു ജന്മത്തെ നമുക്ക് ലഭിക്കുക. അതാണ് നമ്മൾ അവരുടെ ആ കുട്ടിയുടെ ജന്മ നക്ഷത്രം പോലും അതാണ്. ആ മുഹൂർത്തം, ആ ഈ പറയുന്ന ബീജത്തെ എപ്പോഴാണോ അങ്ങോട്ട് പ്രദാനം ചെയ്യുന്നത്, ദാനം നൽകുന്നത്, അതാണ് ആ കുട്ടിയുടെ ജന്മം നടന്നു കഴിഞ്ഞു. ഇന്ന് അങ്ങനെയാണോ പറയുന്നത്? ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടി പുറത്തേക്ക് വരുന്ന സമയം, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എപ്പോഴാണോ വരുന്നത് അതിനെയാണ് നമ്മൾ മുഹൂർത്തം, ഈ കുട്ടിയുടെ ജാതകം കുറിക്കുകയോ അല്ലെങ്കിൽ അതാണ് കുട്ടിയുടെ ജന്മനക്ഷത്രമായിട്ട് എടുക്കുന്നത്. നമുക്കിന്ന് തിരുവോണ നക്ഷത്രമാണ് വേണ്ടത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ദിവസമാണ് കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരാം, ഓപ്പറേഷൻ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള മുഹൂർത്തത്തിൽ കൊണ്ടുവരാം. എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷെ അതിനു മുമ്പേ കുട്ടി ജനിച്ചിട്ടുണ്ട്, കുട്ടി വയറ്റിൽ വളരുന്നുണ്ട്. ആ ബീജത്തെ സ്വീകരിക്കുന്ന സമയത്ത്, ആ അണ്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് വാൽമാക്രിയെ പോലെ ഇങ്ങനെ ഇഴഞ്ഞ് പോയി അത് അവിടെ നിന്ന് വളർന്ന് കണ്ണ് വരികയും മൂക്ക് വരികയും എല്ലുകൾ വരികയും മുടികൾ വരികയും ഒക്കെ ചെയ്ത് അത് വളർന്ന് വരുന്ന നിശ്ചിത മാസമാകുമ്പോഴാണ് അത് ഗർഭപാത്രത്തിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഉള്ളിൽ ജീവനോടെയല്ലേ ഉള്ളത്, അവിടെ വളരുന്നുണ്ടല്ലോ, പുറത്ത് വന്നിട്ടും വളരുന്നുണ്ട്, പുറത്തും ജീവനുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് വന്നതിനെല്ലാം കണക്കാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ശാന്തി മുഹൂർത്തത്തിൽ ആ കുട്ടിക്ക് എപ്പോഴാണോ ഈ പറയുന്ന ഗർഭധാനം നൽകുന്നത് അല്ലെങ്കിൽ ഗർഭധാനം നടത്തുന്നത്, അതാണ് യഥാർത്ഥ മുഹൂർത്തം. ആ സമയമാണ് ജാതകർമ്മം ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കണിക പോലും ആ കുട്ടിയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് തെറ്റില്ല. ഇന്ന് പറയില്ലേ എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയുള്ളത്, പക്ഷെ അങ്ങനെയൊന്നല്ല എനിക്ക് സംഭവിച്ചത് എന്ന് പറയാറില്ലേ? ശരിക്കുള്ള മുഹൂർത്തം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഗർഭാധാനം നടത്തുന്ന അവസരത്തിൽ സ്ത്രീയും പുരുഷനും സന്തോഷഭരിതരായിരിക്കണം, ഭക്തിയോടെയുള്ളവരായിരിക്കണം. ഇത്തരത്തിൽ അവിടെ ആ ദാനം നൽകുന്ന അവസരത്തിൽ അതാണായാലും പെണ്ണായാലും ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഈ ഗർഭാധാനം നടത്തുന്ന സമയമുണ്ടല്ലോ, ആ ആദ്യത്തെ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഗർഭാധാനം നടത്തുന്ന സമയമുണ്ടല്ലോ, അതിൽ ആദ്യത്തെ ഇന്ന ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ പുരുഷനെന്നും ഇന്ന ബന്ധത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിയാണ് ഉണ്ടാവുക എന്നും വളരെ കൃത്യമായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ആൺ പെൺ ഭേദമില്ലാതെ കുട്ടികളെ സ്വീകരിക്കാറുണ്ട്. ഒരു ആൺകുട്ടി ഉണ്ടായി എനിക്ക് ഒരു പെൺകുട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു സമയത്ത് ഋതുമതിയായിരിക്കുന്ന സമയത്ത് അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിൽ സംഭവിക്കാറുണ്ട്. ഇത് നമ്മുടെ ഒരു ഗ്രന്ഥങ്ങളിലെ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ അത് പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഞാനത് ഇവിടെ പറയുന്നില്ല. കാരണം വെച്ചാൽ ഇന്ന് അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ വിഷയം പറയുന്നില്ല. എന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ സംശയം വരുവാണെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് പറയാം. ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്, ആ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അത് വേണമെന്നുണ്ടെങ്കിൽ ആ അവസരത്തിൽ പറഞ്ഞു തരാം. ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പുതിയൊരു തലമുറയ്ക്ക് ജന്മം നൽകുന്ന അല്ലെങ്കിൽ തലമുറയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒരു പ്രക്രിയ, അതാണ് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആദ്യത്തെ കാൽവയ്പ്.
ഈ കാൽവെപ്പ് നടത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി ആ ഗർഭപാത്രത്തിലെത്തി. ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ ഒരു കാരണവശാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിന്ന് കാണാൻ പറ്റും, എനിക്ക് ഇപ്പോഴും കുട്ടിയൊന്നും വേണ്ട, അതായിട്ടില്ല, ഒരു 2 കൊല്ലം കഴിയട്ടെ അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തും. അങ്ങനെ ചെയ്യുന്നൊരവസരത്തിൽ പിന്നീട് ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കൊരു കുട്ടി ഉണ്ടാവണമെന്ന് വെച്ചാൽ ആ സമയത്ത് നടക്കുകയും ചെയ്യില്ല. കാരണം ഇവിടെ ചിന്തിക്കേണ്ട വെച്ചാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ സംഗമിച്ചു കഴിഞ്ഞാൽ, വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തെ തന്നെ അവർ സംഗമിക്കണം. അവരൊരു പുതിയ തലമുറയ്ക്ക് വേണ്ടി ജന്മം കൊടുക്കണം. അത് നമ്മൾ താമസിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കിട്ടണമെന്നില്ല. എത്രയോ രക്ഷിതാക്കൾ ഒരു കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടിട്ട് ഉരുളി കമഴ്ത്തുകയും അതുപോലെ തന്നെ ശയനപ്രതിഷ്ഠ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിരവധി വഴിപാടുകൾ നടത്തി എല്ലാ ഡോക്ടർമാർക്ക് പോയി പറഞ്ഞു ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ വീഴ്ചയാണ്. ദൈവം നമുക്കൊരു മുഹൂർത്തം തന്നു, ഒരു അവസരം തന്നു. ആ അവസരം നമ്മൾ കൃത്യമായി വിനിയോഗിക്കണം, വെച്ച് താമസിപ്പിക്കരുത്. ചില ആൾക്കാരുടെ കർമ്മഫലം കൊണ്ട് വളരെ പെട്ടെന്ന് കുട്ടി ഉണ്ടാകും. നമ്മളൊരു 4 കൊല്ലമായിട്ട് മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി ഉണ്ടാകും. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് അങ്ങനെ കിട്ടാറില്ല. കാരണം ആ ശ്രേഷ്ഠമായിട്ടുള്ള പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് നൽകുന്ന ആ യജ്ഞശിഷ്ടം അല്ലെങ്കിൽ യജ്ഞമായിട്ടുള്ള ആ വസ്തു അത് പവിത്രമായിട്ട് ആ പ്രധാനമായിട്ട് ആദ്യത്തെ സംഗമത്തിൽ തന്നെ അത് സ്വീകരിക്കണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തോ ആവട്ടെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഈ തരത്തിൽ നമ്മളൊരു കുട്ടിക്ക് ഒരു ശാന്തി മുഹൂർത്തം കണ്ടെത്തി ആ മുഹൂർത്തത്തിൽ തന്നെ ശ്രേഷ്ഠമായ ചിന്തയോടുകൂടി നമ്മൾ ഗർഭാധാനം നടത്തുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഉണ്ണി വളരെ ശ്രേഷ്ഠനായിരിക്കും. ആ കുട്ടിയുടെ ചിന്തകൾ വളരെ പ്രധാനമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കർമ്മങ്ങളുണ്ട്. ഈ ഗർഭാധാനം കഴിഞ്ഞാൽ പിന്നെ പുംസവനമുണ്ട്, സീമന്തോനയനമുണ്ട്, ജാതകർമ്മമുണ്ട്, നാമകരണമുണ്ട്, നിഷ്ക്രമണ സംസ്കാരമുണ്ട്, അന്നപ്രാശമുണ്ട്. അതൊക്കെ നമുക്ക് വരുന്നുണ്ടല്ലോ. അതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്, എത്രാം വയസ്സിലാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഗുണം എന്താണ്? ഗർഭാധാനത്തിൻ്റെ ഗുണം ഞാൻ പറഞ്ഞു. ഇന്ന രീതിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളാണ് ശ്രേഷ്ഠമായിട്ടൊരു കുട്ടിയെ നമുക്ക് ജനിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും പ്രായമായി കഴിഞ്ഞാൽ ഇന്ന് കൊണ്ടുപോയിട്ട് അനാഥാലയത്തിൽ തള്ളുന്ന കുട്ടി ആയിരിക്കില്ല നമുക്കുണ്ടാവുക. പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ മുഹൂർത്തം നോക്കിയിട്ട് കർമ്മം ചെയ്തത് കൊണ്ടാണ് അന്ന് ഒരു കുട്ടികളും അച്ഛനമ്മമാരെ കൊണ്ട് ഇവർ വഴി തള്ളാറില്ല. അവർ കൂട്ടുകുടുംബമായി ജീവിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടറിയോ? അവർ അത്തരത്തിലാണ് വളർന്നത്. അവർക്ക് അവിടെ വിദ്വേഷമില്ല, ശത്രുതയില്ല, ആർത്തിയില്ല, അഹങ്കാരമില്ല. അതെന്തുകൊണ്ടില്ലാത്തത്? ഇത്തരം ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തത്തിലാണ് ആ കുട്ടിക്ക് ജന്മം നൽകുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ചിന്തകളും ശ്രേഷ്ഠമായിരിക്കും. ക്ഷമയുണ്ടാകും. ക്ഷമയോടുകൂടി മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനുമുള്ള ഒരു പ്രാപ്തി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുതിർന്നവർ ആ വീട്ടിൽ കാരണവന്മാരായി നിൽക്കുന്നു. ആ വീട്ടിൽ അവരുടെ മക്കളുമായിട്ട് 7 തലമുറയിലുള്ള ആൾക്കാർ ഒരു കുടുംബത്തിൽ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ കഴിയുന്നത് പോലെ ഈ കാരണവരുടെ കീഴിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി നിന്നിരുന്നു. പക്ഷേ പിന്നീട് വരുമ്പോൾ ഈ മുഹൂർത്തം നോക്കുന്ന ചടങ്ങില്ല. ശാന്തി മുഹൂർത്തം ആരും നോക്കില്ല. കല്യാണം കഴിക്കുന്നു, ഒളിച്ചോടി പോകുന്നു, മറ്റു പലതരത്തിലും കല്യാണം കഴിച്ച് മക്കളുണ്ടാകുന്നതുകൊണ്ട് തന്നെ അവരിലുണ്ടാകുന്ന മക്കൾക്ക് ഈ തരത്തിലുള്ള ഗുണം കിട്ടാതെയായി. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകുടുംബ സമ്പ്രദായം ഇല്ലാതെയായി ഇന്ന് അണുകുടുംബമായി തീർന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എൻ്റെ കുട്ടി എൻ്റെ ഒപ്പം ഉണ്ടാകണം, അച്ഛൻ്റെയും അമ്മയോട് ഒന്നിച്ചുണ്ടാവണം, അവരുടെ കുട്ടികളെ സ്നേഹിച്ച് നമുക്ക് സന്തോഷത്തോടെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും നല്ല രീതിയിൽ ഒന്നിച്ചുണ്ടാവണമെങ്കിൽ അവർ ശ്രേഷ്ഠമായ ചിന്തയായിരിക്കണം, ശ്രേഷ്ഠമായ ജീവിതമായിരിക്കണം. അവർ നമ്മളെ സ്നേഹിച്ച് നമ്മളോടൊത്ത് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ നല്ല മുഹൂർത്തത്തിൽ നോക്കി അല്ലെങ്കിൽ ഈ ഒരു കർമ്മം ആ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഈ വീഡിയോ അങ്ങോട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇത് കേൾക്കാൻ പറയുക. അങ്ങനെ കേട്ട് ആ തരത്തിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും സന്തുഷ്ടമാകും. ഒരിക്കലും അനാഥാലയത്തിൽ പോയി കഴിയേണ്ടി വരില്ല, അഗതി മന്ദിരത്തിൽ കഴിയേണ്ടതായിട്ട് വരില്ല. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരികത്തിരുന്ന് ശുശ്രൂഷിക്കാൻ നമ്മുടെ മക്കൾ ഉണ്ടാകും. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എത്ര അകലെയാണെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ അരികിലേക്ക് ഓടിയെത്തും. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പ്രയത്നിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഈ ഗർഭാധാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പരമാവധി ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എല്ലാം നിർബന്ധമായിട്ട് അയച്ചു കൊടുക്കുക. ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരു തീരുമാനം എടുത്തുന്നിരിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഉടനെ ഈ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഇത് നിങ്ങളൊന്ന് കേൾക്കുക. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്ക് വേണമെങ്കിൽ ചെയ്യട്ടെ. ഗുണമായാലും ദോഷമായാലും അനുഭവിക്കേണ്ടതവരാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുത്ത് അവരുടെ ജീവിതം സന്തുഷ്ടമാക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടത് പുംസവനവും സീമന്തോനയനവും ജാതകർമ്മവും നാമകരണത്തെക്കുറിച്ചൊക്കെ പറയണം. അത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൊണ്ടുവരാം. അതിനായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക.
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ അതിലൂടെ കൊണ്ടുവരാം. തുടർന്നുള്ള ഭാഗങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതം ധന്യമാക്കാൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദമാക്കാം. ഏതായാലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു മണിയുടെ ചിഹ്നം ഉണ്ടാകും, അതുകൂടി തൊട്ട് കൊടുക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കമൻറ്റിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതായാലും അടുത്ത ഭാഗം അടുത്ത വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.